ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് രക്തമാണ്. രക്തപരിചരണ വ്യവസ്ഥ. നമുക്ക് ആദ്യം രക്തം നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. രക്തത്തിനെ കുറിച്ച് എന്തറിയാം? രക്തമാണ് യോജകകല. ദ്രാവക രൂപത്തിലുള്ള യോജക കലയാണ് എന്ത്? രക്തം. ദ്രാവക രൂപത്തിലുള്ള യോജക കലയാണ് രക്തം. രക്തത്തെ കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. രക്തത്തെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. നമ്മുടെ ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് എന്താണ്? രക്തമാണ്. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. രക്തത്തിന് ഒരു pH വാല്യൂ ഉണ്ട്. എത്രയാണ്? 7.4 ആണ് രക്തത്തിന്റെ pH വാല്യൂ. ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. രക്തത്തിന്റെ pH വാല്യൂ ആണ് 7.4. ഇനി പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ ഉള്ള രക്തത്തിന്റെ അളവ് എത്രയായിരിക്കും? പ്രായപൂർത്തിയായ വ്യക്തി രക്തത്തിന്റെ അളവ് ലിറ്ററിൽ എത്രയാണ്? 5 മുതൽ 5.5 ലിറ്റർ ആണ് കേട്ടോ. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ രക്തത്തിന്റെ അളവ് എത്രയാണ്? 5 മുതൽ 5.5 ലിറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? നമുക്ക് മുറിവുണ്ടായാൽ ആ രക്തം 6 മിനിറ്റ് വരെ, 3 മുതൽ 6 മിനിറ്റ് വരെയാണ് നമുക്ക് മുറിവുണ്ടായി കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാൻ വേണ്ടി എടുക്കുന്ന സമയം. ഇനി രക്തമില്ലാത്ത ഒരു ശരീരകലയുണ്ട്. ഏതാണ്? എപ്പിത്തീലിയൻ കലയാണ്. അപ്പൊ രക്തമില്ലാത്ത ഒരു ശരീരകലയാണ് എപ്പിത്തീലിയൻ കല. രക്തമില്ലാത്തൊരു ശരീരകലയാണ് എപ്പിത്തീലിയൻ കല. ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു രാസവസ്തു ചേർക്കും. എന്താണ് ആ സാധനം? ഹെപ്പാരിൻ. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്ന തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. ഇനി ബ്ലഡ് ബാങ്കിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന ഒരു രാസവസ്തു ഉണ്ട്, സോഡിയം സിട്രേറ്റ്. ബ്ലഡ് ബാങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സോഡിയം സിട്രേറ്റ്. ഇനി ഈ ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ഈ ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബ്ലഡ് ബാങ്ക് ചാൾസ് റിച്ചാർഡ് ഡ്രൂ. ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ. നമുക്കറിയാം കുളയട്ടയിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഒരു വസ്തു ഉണ്ട്. ഏതാണ്? ഹീരോഡിൻ. അപ്പൊ കുളയട്ടയിലെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന വസ്തുവാണ് ഹീരോഡിൻ. ഇനി രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക ഹീമോസയാനിൻ. നീലയും പച്ചയും കൊടുക്കുന്നത് ഏതാണ്? ഹീമോസയാനിൻ. രക്തത്തിന് നീലയും പച്ചയും നിറം കൊടുക്കുന്നത് ആരാണ്? ഹീമോസയാനിൻ. ഈ ഹീമോസയാനിൻ കാണപ്പെടുന്ന ലോഹം ഏതായിരിക്കും? നമ്മള് ബ്ലഡിലൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് പറയുന്ന ലോഹം ഏതായിരിക്കും? ഇരുമ്പ്. പക്ഷെ ഇതേതാണ്? കോപ്പറാണ് കേട്ടോ. ചെമ്പ്. കോപ്പറാണ്. ഓക്കെ, അപ്പൊ ഹീമോസയാനിൽ കാണുന്ന ലോഹം ഏതാണ്? കോപ്പർ. അപ്പൊ പറയൂ, ഒരു എന്താണ് ദ്രാവക യോജക കലയാണ് എന്തെന്നറിയപ്പെടുന്നത്? രക്തത്തെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. രക്തത്തിന്റെ pH വാല്യൂ ആണ് 7.4. പ്രായപൂർത്തിയായ മനുഷ്യനിൽ എത്ര രക്തമുണ്ട്? 5 മുതൽ 5.5 ലിറ്റർ വരെ. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയമാണ് 3 മുതൽ 6 മിനിറ്റ് വരെ. രക്തമില്ലാത്ത ഒരു ശരീരകലയാണ് എപ്പിത്തീലിയൻ കല. ഇനി രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. ഈ ബ്ലഡ് ബാങ്കിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന വസ്തുവാണ് സോഡിയം സിട്രേറ്റ്. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനിലയാണ് 4 ഡിഗ്രി. ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവാണ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ. കൊളയട്ടിലെ രക്തം കട്ട പിടിക്കുന്ന തടയുന്ന രാസവസ്തുവാണ് ഹീരോഡിൻ. രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്നതാണ് ഹീമോസയാനിൻ. ഹീമോസയാനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കോപ്പർ. ഓക്കെ അല്ലേ? പാറ്റയുടെ രക്തത്തിന്റെ നിറം എന്താണ്? പാറ്റയുടെ രക്തത്തിന്റെ നിറമാണ് വെള്ള. പാറ്റയുടെ രക്തത്തിന്റെ നിറമാണ് വെള്ള. നീരാളി അതിൽ തന്നെ ഉണ്ട്. നീരാളി നീല. മണ്ണിര നമ്മളെ പോലെ തന്നെ ചുവപ്പ്. മണ്ണിര ചുവപ്പ്. കൊളയട്ട ആണെങ്കിലോ? കൊളയട്ട പച്ച. ഓക്കെ അല്ലേ? അപ്പൊ പാറ്റ വെള്ള, നീരാളി നീല, മണ്ണിര ചുവപ്പ്, കൊളയട്ട പച്ച. ഇനി എന്താണ് പ്ലാസ്മ? രക്തത്തിലെ ദ്രാവക ഭാഗത്തെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ. എന്താണ് പ്ലാസ്മ? രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. പ്ലാസ്മയുടെ നിറം എന്താണ്? ഇളം മഞ്ഞ നിറമാണ് കേട്ടോ. ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയ്ക്ക്. പ്ലാസ്മയുടെ നിറമാണ് ഇളം മഞ്ഞ. ഈ രക്തകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ പ്ലാസ്മയിലാണ് കേട്ടോ. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാസ്മയിലാണ്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? പ്ലാസ്മയിലാണ്. അപ്പൊ എന്താണ്? രക്തകോശങ്ങൾ കാണപ്പെടുന്നതും പ്ലാസ്മയിലാണ്. രക്തത്തിലെ ആന്റിബോഡികൾ കാണപ്പെടുന്നതും എവിടെയാണ്? പ്ലാസ്മയിലാണ്. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? 55%. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? 55%. എന്നാൽ ഈ പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? 92. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%, പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ് 90 മുതൽ 92%.
ഇനി പ്ലാസ്മയിലെ പ്രോട്ടീനിന്റെ അളവാണെങ്കിലോ പ്രോട്ടീൻ 7-8, പ്രോട്ടീൻ 7% മുതൽ 8% വരെ. അപ്പൊ പ്ലാസ്മയിലെ പ്രോട്ടീന്റെ അളവ് 7-8 എന്ന് പറഞ്ഞത് പ്രോട്ടീൻ 7-8, 7 മുതൽ 8%. ബാക്കിയുള്ള ഘടകങ്ങൾ 1% മുതൽ 2% വരെ. ഓക്കെ അല്ലേ? ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴികെയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര്. രക്തം കട്ടപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഘടകങ്ങളുണ്ട്, അത് ഒഴികെയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരാണ് സെറം. എന്താണ്? സെറം. അപ്പോൾ ഈ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരാണ് സെറം. സെറം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി പ്ലാസ്മ പ്രോട്ടീൻ എത്ര തരമുണ്ട്? 3 തരം. ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. നമുക്കറിയാം ആൽബുമിൻ എന്തിനാണ് സഹായിക്കുന്നത്? ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ. ആൽബുമിൻ എന്തിനാണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ. ആൽബുമിൻ എന്തിനാണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ. അപ്പൊ ഗ്ലോബുലിൻ ആണെങ്കിലോ രോഗപ്രതിരോധത്തിന് സഹായകമായ എന്ത് ആന്റിബോഡികൾ നിർമ്മിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ആന്റിബോഡികൾ നിർമ്മിക്കുന്ന ആരാണ്? അത് ഗ്ലോബുലിൻ ആണ്. ഇനി ഫൈബ്രിനോജൻ എന്തിനാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. അപ്പൊ പ്ലാസ്മ പ്രോട്ടീൻ എത്ര തരമുണ്ട്? 3 തരമുണ്ട്. ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ എന്തിനു സഹായിക്കും? രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ. ഇനി ഗ്ലോബുലിൻ ആണെങ്കിലോ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ആന്റിബോഡികളെ നിർമ്മിക്കുന്നു. ഇനി ഫൈബ്രിനോജൻ ആണെങ്കിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. കിട്ടിയല്ലോ? ഇനി എന്താണ് ലിംഫ്? ലിംഫ് ലിംഫ് എന്തെന്ന് പറയാം? നോക്കിയോ, നമ്മുടെ രക്തത്തെ കൂടാതെ മനുഷ്യനിൽ പദാർത്ഥങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന ഒരു ശരീരദ്രവമാണ് ലാസികാദ്രവം. എന്താണ്? ലസികാദ്രവം. ദ്രവം. അതായത് നമുക്കറിയാം രക്തമുണ്ട്. ഈ രക്തത്തിനെ കൂടാതെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പദാർത്ഥങ്ങളുടെ സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും. രക്തമല്ലേ സാധാരണ കൊണ്ടുപോകുന്നത്. അപ്പൊ രക്തത്തിനെ കൂടാതെ പദാർത്ഥങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന ഒരു ശരീരദ്രവമാണ് ലസികാദ്രവം. ഓക്കെ അല്ലേ? രക്തത്തിനെ കൂടാതെ ശരീരത്തിലുള്ള പദാർത്ഥങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന മറ്റൊരു ശരീരദ്രവമാണ് ഏത്? ലസികാദ്രവം. ഈ ലിംഫ് എന്ന് പറയുന്നത് നിറമില്ലാത്തതും എന്നാൽ ലിംഫോസൈറ്റുകൾ അടങ്ങിയിട്ടുള്ളതുമാണ്. ലിംഫിന് എന്തില്ല? നിറമില്ല. അതിൽ എന്തുണ്ട്? ലിംഫോസൈറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇനി പറയുന്നത് ലിംഫ് ലോമികകൾ എത്തുന്ന ടിഷ്യൂ ദ്രവമാണ് ലിംഫ്. ലിംഫ് ലോമികകളിൽ എത്തുന്ന ടിഷ്യൂ ദ്രവമാണ് ലിംഫ്. അപ്പൊ ലിംഫ് എന്ന് പറഞ്ഞാൽ ഒരു ദ്രവമാണെന്ന് മനസ്സിലായല്ലോ. ലിംഫ് ലോമികകളിൽ എത്തുന്ന ടിഷ്യൂ ദ്രവമാണ് ലിംഫ്. ലിംഫോസൈറ്റ് കേട്ടിട്ടുണ്ടല്ലോ? ലിംഫോസൈറ്റ് എന്ന ഇനം ശ്വേത രക്താണുക്കളുടെ ഒരു ഉൽപാദന കേന്ദ്രമാണ് ലിംഫ് നോഡുകൾ. ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞ ശ്വേത രക്താണുക്കൾ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ലിംഫ് നോഡിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാർ എന്നറിയപ്പെടുന്നത് ലിംഫാണ്. രക്തത്തിന്റെയും കലയിലെയും ഇടയിലുള്ള ഇടനിലക്കാരാണ് ആര്? ലിംഫ്. രക്തത്തിന്റെ കലകളിലെ ഇടനിലക്കാരാണ് ആര്? ലിംഫ് എന്ന് പറയുന്നത്. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമുണ്ട്, മന്ത്. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് മന്ത്. ഇനി ലിംഫ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ പ്ലീഹ. ലിംഫ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീൻ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്താണ്? രക്തത്തിന് കൂടാതെ പദാർത്ഥത്തിന്റെ സംവഹനം നടത്തുന്ന മറ്റൊരു ശരീരദ്രവം ഉണ്ട്. ഏതാണ്? ലസികാദ്രവമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ലിംഫ് ലോമികൾ എന്ന ടിഷ്യൂ ദ്രവത്തിനെ വിളിക്കുന്ന പേരാണ് ലിംഫ്. പിന്നെ എന്ത് പറഞ്ഞു? ലിംഫോസൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു ശ്വേത രക്താണുക്കളുടെ ഉൽപാദന കേന്ദ്രമാണ് ലിംഫ് നോഡുകള്. ഇനി ഈ രക്തത്തിന്റെ കലകളുടെ ഇടയിൽ ഇടനിലക്കാനായിട്ട് നിൽക്കുന്ന ആളാണ് ലിംഫ്. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് മന്ത്. ലിംഫ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് സ്പ്ലീൻ അല്ലെങ്കിൽ പ്ലീഹ. ഓക്കെ അല്ലേ? രക്തകോശങ്ങൾ എത്ര തരമുണ്ട്? നമ്മൾ നേരത്തെ പ്ലാസ്മ പ്രോട്ടീൻ എത്ര തരം ഉണ്ടെന്ന് പറഞ്ഞു? 3. ഏതൊക്കെയാണ്? ഫൈബ്രിനോജൻ. അതുപോലെ രക്തകോശങ്ങൾ എത്ര തരമുണ്ട്? 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്. അതായത് RBC ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ, റെഡ് ബ്ലഡ് സെൽസ്. WBC വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ. അടുത്ത 3ാമത്തതാണ് പ്ലേറ്റ്ലെറ്റ്. അപ്പോ ചുവന്ന രക്താണു, ശ്വേത രക്താണു, പ്ലേറ്റ്ലെറ്റ്. എന്താണ് ഇത്? രക്തകോശം. 3 തരത്തിലുള്ള രക്തകോശങ്ങളാണുള്ളത്. ചുവന്ന രക്താണുക്കള്, ശ്വേത രക്താണുക്കള്, പ്ലേറ്റ്ലെറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇനി ഈ രക്തകോശങ്ങൾ എവിടെയാണ് നിർമ്മിക്കുന്നത്? അസ്ഥിമജ്ജയിലാണ്. രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിലാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ആളാരാണ്? അരുണ രക്താണുക്കളെ കുറിച്ചാണ്, അല്ലെങ്കിൽ RBC, റെഡ് ബ്ലഡ് സെൽസ്. ചുവന്ന രക്താണു, ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? എറിത്രോസൈറ്റ്. അപ്പോൾ RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമമാണ് എറിത്രോസൈറ്റ്. എന്താണ് ഇതിന്റെ ആകൃതി?
ഡിസ്കിന്റെ ആകൃതിയാണ്. അപ്പോൾ ചുവന്ന രക്താണുക്കളിൽ ശാസ്ത്രീയ നാമമാണ് എറിത്രോസൈറ്റ്. ഇതിന്റെ ആകൃതി എന്താണ്? ഡിസ്കിന്റെ ആകൃതിയാണ്. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? അരുണ രക്താണുക്കളാണ്. നമ്മുടെ രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശമാണ് അരുണ. ഈ മൂന്നിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്നത് ഏതാണ്? അരുണ രക്താണുക്കളാണ്. എന്ത് നിറമാണെന്ന് നമുക്കറിയാം. റെഡ് ബ്ലഡ് സെൽസ് ആയതുകൊണ്ട് അറിയാം. അതിന്റെ നിറം എന്താണ്? റെഡ്. ചുവന്ന നിറത്തോട് കൂടിയതും ഇതിൽ എന്തടങ്ങിയിട്ടുണ്ട്? ഇരുമ്പടങ്ങിയതുമായ ഹീമോഗ്ലോബിൻ എന്ന ഒരു സങ്കീർണ മാംസ്യം ഇവയിൽ ഉള്ളത് കൊണ്ടാണ് ഇതിന് എന്ത് നിറം കിട്ടിയിരിക്കുന്നത്? ചുവപ്പ് നിറം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചുവപ്പ് നിറത്തോട് കൂടിയ ഒരു ചുവപ്പ് നിറത്തോട് കൂടിയതും ഇരുമ്പടങ്ങിയിട്ടുള്ളതുമായ ഹീമോഗ്ലോബിൻ എന്ന ഒരു സങ്കീർണ മാംസ്യം ഇതിലുള്ളത് കൊണ്ടാണ് ഈ അരുണ രക്താണുക്കൾക്ക് എന്ത് നിറം കിട്ടിയത്? ചുവന്ന നിറം കിട്ടിയത്. ആയുസ് എത്രയാണ് രക്താണുക്കളുടെ? 120 ദിവസം. ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം ചോദിച്ചാൽ രക്താണുവാണ്. 120 ദിവസം. അത് കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യോടെ? 120 ദിവസം കഴിഞ്ഞ് നശിച്ചിട്ട് എവിടെ വെച്ച് നശിക്കും? പ്ലീഹയിൽ വെച്ച് അല്ലെങ്കിൽ സ്പ്ലീനിൽ വെച്ച് ഇത് എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. ഇനി നമുക്കറിയാം ബിലിറുബിനും ബിലിവേർഡിനൊക്കെ കേട്ടിട്ടില്ലേ? ഈ ബിലിറുബിൻ, ബിലിവേർഡിൻ എന്നിവ അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. ഈ അരുണ രക്താണുക്കൾ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ബിലിറുബിനും ബിലിവേർഡിനും. അരുണ രക്താണുക്കൾ നശിക്കുമ്പോഴാണ് ബിലിറുബിനും ബിലിവേർഡിനും ഉണ്ടാകുന്നത്. ഇനി നമ്മൾ 1 മില്ലി ലിറ്റർ രക്തം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള അരുണ രക്താണുക്കളുടെ എണ്ണം എത്രയാണ്? 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ. അപ്പോൾ നമ്മൾ 1 മില്ലി ലിറ്റർ $1 മില്ലി ലിറ്റർ ബ്ലഡ് എടുത്തിട്ട് അതിനകത്ത് എത്ര അരുണ രക്താണുക്കൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെയാണ്. 1 മില്ലി ലിറ്റർ രക്തത്തിലെ അരുണ രക്താണുക്കളുടെ എണ്ണമാണ് 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ. ഇനി നമ്മുടെ ശ്വസനവാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെട്ട രക്തകോശം ചോദിച്ചാൽ ഏതാണ്? അരുണ രക്താണുവാണ്. ശ്വസനവാതകങ്ങളുടെ സംവഹനം നടക്കുന്നത് ഏത് രക്തകോശമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അരുണ രക്താണുവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 120 ദിവസം. അപ്പൊ ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം ചോദിച്ചാൽ ഏത് തന്നെയാണ്? അരുണ രക്താണു തന്നെയാണ്. മർമ്മമില്ലാത്ത രക്തകോശമാണ് ആര്? അരുണ രക്താണുക്കൾ. കേട്ടോ, അരുണ രക്താണുക്കൾക്ക് എന്തില്ല? മർമ്മമില്ല. മർമ്മമില്ലാത്ത രക്തകോശമാണ് അരുണ രക്താണു. മർമ്മമില്ലാത്ത രക്തകോശമാണ് അരുണ രക്താണു. എന്നാൽ മർമ്മത്തോട് കൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവി ഏതാണ്? ഒട്ടകം. ആക്ച്വലി അരുണ രക്താണുവിന് എന്തില്ല? മർമ്മമില്ല. എന്നാൽ മർമ്മത്തോട് കൂടിയ ചുവന്ന രക്താണുക്കൾ ഉള്ള ഒരു ജീവിയാണ് ഒട്ടകം. അപ്പൊ നമ്മൾ പറഞ്ഞു അരുണ രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താണ്? എറിത്രോസൈറ്റ് ആണ്. ഇതിന്റെ ആകൃതിയാണെങ്കിൽ ഡിസ്ക് ആകൃതിയാണ്. പിന്നെ രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശം ചോദിച്ചാൽ അരുണ രക്താണുവാണ്. നമ്മൾ 1 മില്ലി ലിറ്റർ ബ്ലഡ് എടുത്താൽ എത്ര കാണും? 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ. ആയുസ് 120 ദിവസം. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പ്ലീഹയിൽ വെച്ച് നശിക്കും. നശിക്കുമ്പോൾ ഉണ്ടാകുന്ന 2 സാധനങ്ങളുടെ പേര് പറഞ്ഞു. ബിലിറുബിനും ബിലിവേർഡിനും ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആയുസ്സും ഏതിനാണെന്ന് പറഞ്ഞു? അരുണ രക്താണുവാണ്. പിന്നെ ഇതിന് എന്തില്ല എന്ന് പറഞ്ഞു? മർമ്മമില്ല. എന്നാൽ മർമ്മ ഇല്ലാത്തതും ചുവന്ന നിറത്തോട് കൂടിയതുമായിട്ടുള്ളത് ഏതാണെന്ന് പറഞ്ഞു? മർമ്മത്തോട് കൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവിയാണ് ഒട്ടകം. കിട്ടിയോ? ഓക്കെ അല്ലേ? ഇനി നോക്കിയോളേ, ഓക്സിജന് നമ്മൾ പറഞ്ഞു നമ്മൾ ശ്വസനവാതകങ്ങളുടെ സംവഹനം നടത്തുന്നത് ഏതാണെന്ന് പറഞ്ഞു? RBC, അരുണ രക്താണുക്കളാണെന്ന് പറഞ്ഞു. ഈ ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ഹീമോഗ്ലോബിൻ. ഓക്സിജനെ നമ്മുടെ രക്തത്തിലോട്ട് ആഗിരണം ചെയ്യപ്പെടുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ അതിനെ നമ്മുടെ രക്തത്തിലോട്ട് ആഗിരണം ചെയ്യുന്ന രക്തത്തിലുള്ള തന്നെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ആരോഗ്യമുള്ള ഒരു വ്യക്തി ഓക്കെ കാണപ്പെടുന്ന ഹീമോഗ്ലോബിന്റെ അളവ് പറ. 100 മില്ലി ലിറ്റർ രക്തത്തിൽ എത്ര മുതൽ എത്ര വരെ? അടുത്തെത്തി. 12 മുതൽ 16 വരെ. അപ്പൊ ആരോഗ്യമുള്ള ഒരു വ്യക്തിയിലുള്ള ഹീമോഗ്ലോബിന്റെ അളവാണ് എത്ര? 100 മില്ലി ലിറ്റർ രക്തം എടുത്തു കഴിഞ്ഞാൽ 12 മുതൽ 16 വരെ. 1 മില്ലി ലിറ്റർ രക്തത്തിലുള്ള അരുണ രക്താണുക്കൾ എത്രയാണ്? 60 ലക്ഷം വരെ. എന്നാൽ നമ്മുടെ ഈ 1 മില്ലി ലിറ്റർ രക്തം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള അരുണ രക്താണുക്കളുടെ എണ്ണമാണ് 45 ലക്ഷം മുതൽ 65 ലക്ഷം. ഇതെന്താണ് പറഞ്ഞ? ആരോഗ്യമുള്ള ഒരു വ്യക്തി. ആ വ്യക്തിയുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിന്റെ അളവ് അത് 100 മില്ലി ലിറ്റർ രക്തത്തിൽ ആ ഹീമോഗ്ലോബിൻ എത്ര വേണം? 12 മുതൽ 16 വരെ വേണം. ഓക്കെ അല്ലേ? ഗ്രാം ആണേ. 12 മുതൽ 16 ഗ്രാം. ഇനി ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അനീമിയ. രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. ചുവന്ന രക്താണു കിട്ടിയല്ലോ RBC. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ശാസ്ത്രീയ നാമം എന്തായിരുന്നു? RBC. രണ്ടാമത്തേതാണ് WBC അല്ലെങ്കിൽ ശ്വേത രക്താണു അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ്. ഓക്കെ.
എന്താണ് ശാസ്ത്രീയ നാമം? ലൂക്കോസൈറ്റ്. ലൂക്കോസൈറ്റ്. ആദ്യത്തത് എറിത്രോസൈറ്റ്, രണ്ടാമത്തത് ലൂക്കോസൈറ്റ്. അവിടെ ആയുസ് എത്ര ഉണ്ടായിരുന്നു നമ്മുടെ അരുണ രക്താണുക്കൾക്ക്? 120 ദിവസം. എന്നാൽ ശ്വേതരക്താണുവിന്റെ ആയുസ് 10 മുതൽ 15 ദിവസം വരെയാണ്. എത്രയാണ്? 10 മുതൽ 15 ദിവസം വരെയാണ് ആരുടെ ആയുസ്? ശ്വേതരക്താണുക്കളുടെ ആയുസ്. ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നതാണ് ആര്? ശ്വേതരക്താണു കേട്ടോ. ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്വേതരക്താണുവാണ്. ഇത് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അസ്ഥി മജ്ജയിലും പ്ലീഹയിലുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. എവിടെയാണ്? അസ്ഥി മജ്ജയിലും പ്ലീഹയിലുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? അസ്ഥി മജ്ജയിലും പ്ലീഹയിലുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ ഹീമോഗ്ലോബിൻ ഉണ്ടോ? അതുകൊണ്ടാണ് ഇതിന് എന്ത് നിറം? വെള്ള നിറം. അപ്പൊ ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന് എന്ത് നിറം? വെള്ള നിറം. ഓക്കെ അല്ലേ? അപ്പൊ ശാസ്ത്രീയ നാമം എന്താണ്? ലൂക്കോസൈറ്റ് ആണ്. ആയുസ് ആണെങ്കിൽ 15 ദിവസം. ശരീരത്തിലെ എന്തെന്നറിയപ്പെടുന്നു? പോരാളി എന്നറിയപ്പെടുന്നു. എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അസ്ഥി മജ്ജയിലും പ്ലീഹയിലും വെച്ച് ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ എന്തില്ല ഇതിനകത്ത്? ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ടാണ് വെള്ള നിറം. അതുകൊണ്ട് ഇതിന് നിറമില്ല. ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ട് നിറമില്ല. ഇനി നമ്മൾ 1 മില്ലി രക്തം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള WBC അളവ് എത്രയാണ്? 5000 മുതൽ 10000. 5000 മുതൽ 10000 വരെ. എന്നാൽ 1 മില്ലി രക്തം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള അരുണ രക്താണുക്കൾ എത്രയാണ്? 5 ലക്ഷം മുതൽ 60 ലക്ഷം വരെ. ഈ 1 മില്ലി രക്തത്തിലുള്ള ശ്വേതരക്താണു ആണെങ്കിൽ 5000 മുതൽ 10000 വരെ. 1 മില്ലി രക്തം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ശ്വേതരക്താണുക്കളുടെ എണ്ണമാണ് 5000 മുതൽ 10000 വരെ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ മനുഷ്യ ശരീരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, പോരാളി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശമാണ് ആര്? ശ്വേതരക്താണു. എന്താണ്? മനുഷ്യ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശമാണ് ശ്വേതരക്താണു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പ്രതിരോധ ശേഷി നൽകുന്ന ആരാണ്? ശ്വേതരക്താണു. എത്രയാണ് ആയുസ്? 10 മുതൽ 15 ദിവസം. 1 മില്ലി രക്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? 5000 മുതൽ 10000 വരെ ഉണ്ട്. എന്താണ് അതിന്റെ ശാസ്ത്രീയ നാമം? ലൂക്കോസൈറ്റ്. ഒരു വിധം കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? എടാ നോക്കിയോ. ഇനി നമ്മുടെ ഈ ശ്വേതരക്തകോശത്തില് പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ശ്വേതരക്തകോശങ്ങളാണ് ഉള്ളത്. 2 തരത്തിലുള്ള ശ്വേതരക്തകോശം ഉണ്ട്. ഏതൊക്കെയാണ്? 2 തരത്തിലുള്ള ശ്വേതരക്തകോശങ്ങളുണ്ട്. അറിയാന്നുള്ള സാധനം തന്നെ നിങ്ങൾക്ക്. പക്ഷെ ചിലപ്പോൾ കോശത്തിൽ ഒരു സാധനം ഉള്ളതെന്നും ഇല്ലാത്തതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. മർമ്മോ? കോശദ്രവ്യത്തിൽ തരികൾ ഉള്ളതും കോശദ്രവ്യത്തിൽ തരികൾ ഇല്ലാത്തതും. ഓക്കെ അല്ലേ? അത് തന്നെ. ഗ്രാനുലോസൈറ്റ്സും അതിന്. ഓക്കെ. അപ്പോൾ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ആരുണ്ട്? ശ്വേതരക്തകോശങ്ങളുണ്ട്. ഏതൊക്കെയാണ് അത്? ഒന്ന് കോശദ്രവ്യത്തില് തരികൾ ഉള്ളതും കോശദ്രവ്യത്തില് തരികൾ ഇല്ലാത്തതും. ഇനി ഈ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിലെ പോരാളി അല്ലെങ്കിൽ പ്രതിരോധ ഭടൻ എന്ന് ആരെ വിളിക്കാം? ശ്വേതരക്താണുക്കളെ വിളിക്കാം. എന്താണ്? പ്രതിരോധ ഭടൻ. ഇനി നോക്കിക്കോ. ഈ ശ്വേതരക്തകോശങ്ങളിൽ ഭൂരിഭാഗവും കാണപ്പെടുന്ന രക്തകോശമാണ് ന്യൂട്രോഫിൽ. എന്താണ്? ന്യൂട്രോഫിൽ. മറ്റേത് അത് 2 ജസ്റ്റ് അവിടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. തരികൾ ഉള്ളതും തരികൾ ഇല്ലാത്തതും. ഇനി നോക്കിയോ. ഈ ശ്വേതരക്തകോശങ്ങളിൽ ഭൂരിഭാഗവും കാണപ്പെടുന്ന, അതിനകത്ത് എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. കോശദ്രവ്യത്തിൽ തരികൾ ഉള്ളതാണ് ഏതൊക്കെ? നമ്മുടെ മെയിനായിട്ടും നമുക്കറിയാം എത്ര ശ്വേതരക്തകോശങ്ങളുണ്ട്? 5 ഉണ്ട്. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ഈസോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഓക്കെ അല്ലേ? ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഈ ശ്വേതരക്താണുക്കളിൽ തരികൾ ഉള്ളതുകൊണ്ട് തരികൾ ഇല്ലാത്തതുകൊണ്ട്. തരികൾ ഉള്ളതാണ് ആദ്യത്തെ 3 എണ്ണം. ഏതൊക്കെയാണ്? ന്യൂട്രോഫില്, ബേസോഫില്, ഈസ്നോഫില്. രക്തത്തില് തരികൾ ഉള്ളത് അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ തരികൾ ഉള്ളതാണ് ഏതൊക്കെ? ന്യൂട്രോഫില്, ബേസോഫില്, ഈസ്നോഫില്. അപ്പൊ തരികൾ ഇല്ലാത്തത് ഏതൊക്കെയായിരിക്കും? മോണോസൈറ്റും ലിംഫോസൈറ്റും. ഓക്കെ അല്ലേ? അപ്പോ ഈ കോശദ്രവ്യത്തിൽ തരികൾ ഉള്ളതാണ് ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫില്. തരികൾ ഇല്ലാത്തതാണ് മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. കിട്ടിയല്ലോ? ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടനാണ് ആര്? WBC. ഈ WBCയുടെ അളവ് കുറയാണ്. അപ്പോൾ ഉണ്ടാകുന്ന അസുഖം ഏതാണ്? ലുക്കീമിയ. എപ്പോഴാണ് ഉണ്ടാകുന്നത്? ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്യാൻസർ ആണ്. എന്താണ് ലുക്കീമിയ? അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവിടെ കൂടും. അപ്പൊ അതങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ കുറയുമ്പം ലുക്കോപീനിയ. WBCയുടെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് ലുക്കോപീനിയ. WBCയുടെ അളവ് കുറയുമ്പോഴാണ് ലുക്കോപീനിയ. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ്? ഈ നമ്മളിപ്പോ പറഞ്ഞതില് മോണോസൈറ്റ് ആണ്. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? മോണോസൈറ്റ് ആണ്. ഇനി നമ്മുടെ രക്തകോശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇതിൽ ഏതാണ്?
ന്യൂട്രോഫിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? ന്യൂട്രോഫിലാണ്. ഏറ്റവും വലുത് ഏതാണ്? മോണോസൈറ്റ് ആണ്. ശ്വേത കോശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണെങ്കിൽ ന്യൂട്രോഫിലാണ്. ഏറ്റവും കുറവാണെങ്കിൽ ബേസോഫിലാണ് കേട്ടോ. ഏറ്റവും കുറവ് ബേസോഫിൽ, ഏറ്റവും വലുത് മോണോസൈറ്റ്, ഏറ്റവും കൂടുതൽ ന്യൂട്രോഫിൽ, ഏറ്റവും കുറവ് ബേസോഫിൽ. കിട്ടിയാ? ഇനി നോക്കിയോ, നമുക്ക് ഈ 5 എണ്ണം ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, അതുപോലെ മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ആദ്യം ന്യൂട്രോഫിൽ. ന്യൂട്രോഫിൽ എന്താണ് ചെയ്യുന്നത്? ബാക്ടീരിയ എന്ത് ചെയ്യും? വിഴുങ്ങി നശിപ്പിക്കും കേട്ടോ. ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്ന ആളാണ് ആര്? ന്യൂട്രോഫിൽ. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അതുപോലെ ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടി എന്തുണ്ടാക്കും? രാസവസ്തുക്കളെ ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ന്യൂട്രോഫിൽ എന്ത് ചെയ്യുന്നു? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാസവസ്തു ഉണ്ടാക്കും. അതാണ് ആര്? ന്യൂട്രോഫിൽ. നമ്മൾ ന്യൂട്രോഫിലിന്റെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? ഏറ്റവും കൂടുതൽ ശ്വേത രക്തകോശങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആളാണ് ആര്? ന്യൂട്രോഫിൽ. രണ്ടാമത്തെ ആൾ ആരാണ്? ബേസോഫിൽ. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പഠിച്ചു. ഏറ്റവും കുറവ് കാണപ്പെടുന്ന ആരാണെന്ന് പറഞ്ഞു? ബേസോഫിൽ. ഇതെന്താണെന്നറിയാമോ? ഓടി ചെന്നിട്ട് മറ്റുള്ള കോശങ്ങൾ എല്ലാവരെയും വിളിക്കും, ബാക്കി എല്ലാവരെയും ഉത്തേജിപ്പിക്കും. മറ്റു കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ബേസോഫിലാണ്. പിന്നെ ഉത്തേജിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? രക്തക്കുഴലുകളെ വികസിപ്പിക്കും. മറ്റു കോശങ്ങളെ ഉത്തേജിപ്പിക്കും, രക്തക്കുഴല് വികസിപ്പിക്കും. മറ്റു കോശങ്ങളെ ഉത്തേജിപ്പിക്കും, രക്തക്കുഴല് വികസിപ്പിക്കും. അപ്പൊ ന്യൂട്രോഫിൽ എന്ത് ചെയ്യും? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കും. ബാക്ടീരിയയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കും. ശ്വേത രക്തകോശങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ന്യൂട്രോഫിലാണ്. ഇനി ബേസോഫിലാണ് ശ്വേത രക്തകോശങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറച്ച് കാണപ്പെടുന്നത്. പിന്നെ എന്ത് ചെയ്യും? മറ്റ് കോശങ്ങളെ ഉത്തേജിപ്പിക്കും, പിന്നെ രക്തക്കുഴലിന്റെ വ്യാസം വർദ്ധിപ്പിക്കും. ഇസ്നോഫിൽ എന്ത് ചെയ്യും? അലർജിയാണ്. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കും. പുറത്തുനിന്ന് എന്തെങ്കിലും അന്യവസ്തുക്കൾ കയറി വന്നാൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കും. അതുപോലെ അണുബാധ തടയുകയും അലർജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്യും. അണുബാധ തടയും, അലർജിയായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ചെന്ന് ഇടപെടും. ആര്? ഇസ്നോഫിൽ. അപ്പൊ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ ഉണ്ടാക്കും. അടുത്ത് നമ്മൾ പറഞ്ഞു കോശദ്രവ്യത്തിലെ തരികൾ ഇല്ലാത്തതാണ് ഏതൊക്കെ? മോണോസൈറ്റും ലിംഫോസൈറ്റും. അതിൽ മോണോസൈറ്റ് നമുക്കറിയാം. നമ്മളെ ന്യൂട്രോഫിൽ നമ്മൾ എന്ത് പറഞ്ഞു? വിഴുങ്ങി നശിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആളാണ് ആര്? മോണോസൈറ്റ്. പിന്നെ ഏറ്റവും വലുതെന്ന് പറഞ്ഞല്ലേ? എന്തെന്ന് പറഞ്ഞു? നമ്മളെ ഏറ്റവും വലിയ ശ്വേത രക്താണുവാണ് ഏത്? മോണോസൈറ്റ്. അപ്പൊ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു, ഏറ്റവും വലിയ ശ്വേത രക്താണുവാണ്. അടുത്ത ലിംഫോസൈറ്റ് ആണെങ്കിലോ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് പോയി കൊല്ലും. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ആളാണ് ആര്? ലിംഫോസൈറ്റ്. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ആളാണ് ലിംഫോസൈറ്റ്. അപ്പൊ മെയിൻ ആയിട്ടും നമ്മൾ 5 ശ്വേതരക്താണുക്കളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ന്യൂട്രോഫില്, ബേസോഫില്, ഇസ്നോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ആദ്യം പറഞ്ഞത് ആരാണ്? ന്യൂട്രോഫിൽ. എന്താണ്? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശ്വേതരക്താണുവാണ് ഏത്? ന്യൂട്രോഫില്. എന്താണ് എന്റെ ധർമ്മം? ബാക്ടീരിയകളെ എന്ത് ചെയ്യും? വിഴുങ്ങി നശിപ്പിക്കും. പിന്നെ ഈ ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കും. ഓക്കെ. അടുത്തത് ഏതാണ്? ബേസോഫിൽ. ഏറ്റവും കുറച്ച് കാണപ്പെടുന്ന ശ്വേതരക്താണുവാണ് ഏത്? ബേസോഫിൽ. ഇതെന്ത് ചെയ്യും? ഉത്തേജിപ്പിക്കും. പിന്നെ എന്താണ്? രക്തക്കുഴലിന്റെ വ്യാസം വർദ്ധിപ്പിക്കും. ഇസ്നോഫിൽ എന്താണ് ചെയ്യുന്നത്? അലർജി, അതായത് അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കും. അതാണ് നമ്മുടെ അലർജിയൊക്കെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്തതാണ് ഏത്? മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണുവാണ് ഏത്? മോണോസൈറ്റ്. പിന്നെ എന്ത് ചെയ്യും? ബാക്ടീരിയ അല്ലെങ്കിൽ അന്യവസ്തുക്കളൊക്കെ എന്ത് ചെയ്യും? വിഴുങ്ങി രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കും. അടുത്ത ആളാണ് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് എന്താണ് ചെയ്യുന്നത്? ഏതാണ്? അതായത് വരുന്ന രോഗാണുക്കളെ പ്രത്യേകം എന്ത് ചെയ്യും? തിരിച്ചറിഞ്ഞ് നശിപ്പിക്കും. അതാണ് ആര്? ലിംഫോസൈറ്റ്. കിട്ടിയോ? ഓക്കെ അല്ലേ? ഈ ഫാഗോസൈറ്റോസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോ പറഞ്ഞത് ഒരു സംഭവം തന്നെ. അത്രേ ഉള്ളൂ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആ പ്രവർത്തനത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫാഗോസൈറ്റോസിസ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. അപ്പൊ ഈ ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളെ വിളിക്കുന്ന പേര് ഫാഗോസൈറ്റുകൾ. ഫാഗോസൈറ്റ്സ്. ഫാഗോ എന്ന് പറഞ്ഞാൽ വിഴുങ്ങല്, സൈറ്റ് എന്ന് പറഞ്ഞാൽ കോശം. അതുകൊണ്ടാണ് ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ഈ ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളാണ് ഫാഗോസൈറ്റ്സ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ശ്വേതരക്ത നമ്മൾ പറഞ്ഞ 5 എണ്ണത്തില് 2 എണ്ണം ഇതിൽ ഉദാഹരണമാണ്. ഫാഗോസൈറ്റ് കോശങ്ങളാണ്. ഏതൊക്കെയാണ്? മോണോസൈറ്റും ലിംഫോസൈറ്റും. മോണോസൈറ്റും ന്യൂട്രോഫിൽ. ലിംഫോസൈറ്റ് എന്ത് ചെയ്യും? തിരഞ്ഞടിച്ചു കൊല്ലും.
അപ്പോൾ മോണോസൈറ്റും ന്യൂട്രോഫിലും, നമ്മൾ ആദ്യം പറഞ്ഞ ന്യൂട്രോഫിലും അവസാനം പറഞ്ഞ അല്ല അതിന് മുന്നേ പറഞ്ഞ ഏറ്റവും വലിയ മോണോസൈറ്റുമാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും വലുത്. അത് രണ്ടുമാണ് എന്ത് ചെയ്യുന്നത്, വിഴുങ്ങി നശിപ്പിക്കുന്നത്. അത് രണ്ടുമാണ് എന്ത്, ഫാഗോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഈ പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ പറഞ്ഞ ലിംഫോസൈറ്റിനെ കുറിച്ച് നമുക്ക് കുറച്ച് നോക്കാം. നമ്മൾ എന്താണ് ലിംഫോസൈറ്റിനെ കുറിച്ച് പറഞ്ഞ പ്രത്യേകം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ്, ലിംഫോസൈറ്റ് രോഗാണുക്കളെ എന്ത് ചെയ്യും, പ്രത്യേകം പോയി കണ്ടുപിടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞില്ലേ? ആ ലിംഫോസൈറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രത്യേക പ്രതിരോധം വഴി രോഗാണുക്കളെ നശിപ്പിക്കുന്ന കോശങ്ങളാണ് ആര്, ലിംഫോസൈറ്റുകൾ. ഈ ലിംഫോസൈറ്റ് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. ലിംഫോസൈറ്റ് എത്ര തരമുണ്ട്? രണ്ട് തരം. ഏതൊക്കെ? ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും. ഇനി ബി ലിംഫോസൈറ്റ്സ് എന്താണ്? നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ആന്റിജനുകളുണ്ടല്ലോ, ഈ ആന്റിജനുകൾക്കെതിരെ ബി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അതിന്റെ പേരാണ് ആന്റിബോഡികൾ. അപ്പൊ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന ആന്റിജനുകൾക്ക് എതിരെ ഈ ബി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനാണ് ആന്റിബോഡികൾ. ഈ ആന്റിബോഡി എന്ത് ചെയ്യും? രോഗാണുക്കളെ നശിപ്പിക്കും. ആ രീതിയാണ് പറയാൻ പോകുന്നത്. ഒന്ന്, രോഗാണുക്കളെ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, ഈ ബാക്ടീരിയ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ, അതിന്റെ കോശസ്തരത്തിന് എന്ത് ചെയ്യും? നശിപ്പിക്കും. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ ബി ലിംഫോസൈറ്റ് ആന്റിബോഡികളെ നശിപ്പിക്കുന്നതെന്നാണ്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയകളുടെ കോശസ്തരത്തിനെ നശിപ്പിക്കും. ഇനി ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കും. ആന്റിജനുകളുടെ വിഷാംശത്തെ എന്ത് ചെയ്യും? നിർവീര്യമാക്കും. മറ്റ് ശ്വേത രക്താണുക്കളെ എന്ത് ചെയ്യും? ഉത്തേജിപ്പിച്ച് എന്ത് ചെയ്യും? രോഗാണുക്കളെ നശിപ്പിക്കും. മെയിനായിട്ട് നമ്മൾ പറഞ്ഞു, ബാക്കിയുള്ളവരെല്ലാവരും വിളിച്ചുകൊണ്ട് പോണ ആളല്ലേ ലിംഫോസൈറ്റ്. അപ്പോൾ ഈ ലിംഫോസൈറ്റ് എന്ത് ചെയ്യും? മറ്റു ശ്വേത രക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കും. അപ്പോൾ ആന്റിബോഡികൾ ബി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ബി ലിംഫോസൈറ്റ് ഈ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇതിനി എങ്ങനെയാണ് നമ്മുടെ മനുഷ്യരത്തിലുള്ള ബാക്ടീരിയകളെ അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് ബാക്ടീരിയയുടെ കോശസ്തരത്തിനെ നശിപ്പിക്കും. പിന്നെ രണ്ടാമത് എന്താ പറഞ്ഞു? ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കും. മൂന്നാമത്തെ പറഞ്ഞ എന്താണ്? മറ്റുള്ള ശ്വേത രക്താണുക്കളെ ഉത്തേജിപ്പിച്ചിട്ട് രോഗാണുക്കളെ നശിപ്പിക്കും. ഓക്കെ അല്ലേ? ഈ ബി ലിംഫോസൈറ്റ് എവിടെ വെച്ചാണ് പാകമാകുന്നത്? ബി അസ്ഥിമജ്ജയിലാണ് ബി ലിംഫോസൈറ്റ് പാകമാകുന്നത്. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ വസ്തുവായ ആന്റിബോഡികളെ വിളിക്കുന്ന പേര്, ബി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രതിരോധ വസ്തുവായ ആന്റിബോഡികളെ വിളിക്കുന്ന പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. കേട്ടിട്ടില്ലേ? ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. അത് ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ബി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. ഇത് നമ്മൾ ബി ലിംഫോസൈറ്റ് അല്ല, ബി ഉണ്ടെന്ന് പറഞ്ഞു, ടി ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ബി എവിടെ വെച്ച് പാകമാകുമെന്ന് പറഞ്ഞു? അസ്ഥിമജ്ജ. അങ്ങനെ ടി ആണെങ്കിലോ തൈമസ് ഗ്രന്ഥിയിൽ വെച്ചാണ് ആര് പാകപ്പെടുന്നത്? ടി ലിംഫോസൈറ്റ് പാകപ്പെടുന്നത്. ബി ലിംഫോസൈറ്റിന്റെ എന്തൊക്കെ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ബാക്ടീരിയയുടെ കോശസ്തരത്തിനെ നശിപ്പിക്കും, അതുപോലെ തന്നെ മറ്റേ വിഷാംശത്തെ നിർവീര്യമാക്കും, മറ്റുള്ള കോശങ്ങളെ ഉത്തേജിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? പ്രതിരോധിക്കും. ഇനി ഈ ടി എന്താണ് ചെയ്യുന്നത്? സെയിം തന്നെ, മറ്റ് പ്രതിരോധ കോശങ്ങളെ പോയി എന്ത് ചെയ്യും? ഉത്തേജിപ്പിക്കും. ബാക്ടീരിയ ഉള്ളതിനെ നശിപ്പിക്കുന്നത് ആരാണ്? അത് ബി ആണെങ്കിൽ, വൈറസ് ബാധിച്ച ഒരു ഇതിനെ നശിപ്പിക്കുന്നത് ആരാണ്? അത് ടി ആണ് കേട്ടോ. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നത് ആരാണ്? ടി. ബാക്ടീരിയ ആണെങ്കിൽ ബി ബാക്ടീരിയ, ടി വൈറസ്. ഓക്കെ. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത് ആരാണ്? ടി ആണ്. ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത് ആരാണ്? ടി ലിംഫോസൈറ്റ് ആണ് കേട്ടോ. ടി ലിംഫോസൈറ്റ്. അപ്പോൾ വൈറസിനെ നശിപ്പിക്കുന്നതും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത് ആരാണ്? ടി ആണ് കേട്ടോ. ടി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ലുക്കോപീനിയ? അതെന്താണ് ലുക്കോപീനിയ? കുറയുന്ന അവസ്ഥ. അങ്ങനെയാണെങ്കിൽ ശ്വേതരക്താണു കൂടുന്നതാണ് ലുക്കീമിയ, രക്താർബുദം എന്ന് നമ്മൾ പറയും കേട്ടോ, കൂടുന്നത്. ഇനി ആരുടെ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നതാണെങ്കിലോ? പോളിസൈത്തീമിയ. ആരുടെ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നതാണ്? പോളിസൈത്തീമിയ. അപ്പൊ 3 അസുഖം പറഞ്ഞു. ലുക്കീമിയ കൂടുന്നത്. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്താർബുദം. ഇനി ലുക്കോപീനിയ, രക്താണുക്കളുടെ അളവ് കുറയുന്നത്. ഇനി പോളിസൈത്തീമിയ, അരുണ രക്താണുക്കളുടെ അളവ് കൂടുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ ഇമ്മ്യൂണോഗ്ലോബുലിൻ ആരുണ്ടാക്കും പറഞ്ഞ്? ബി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രതിരോധ രാസവസ്തുവായ ആന്റിബോഡികളാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. എത്ര തരത്തിലുണ്ട്? 5 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ IgE എന്ന് തുടങ്ങും. IgA, IgE, IgD, IgA, IgD, IgE, ADEGM.
ഡി ഇ ജി എം. ഓരോന്ന് നോക്കാം. ആദ്യം എ. എ എന്തിന് സഹായിക്കും? ഇമ്മ്യൂണോഗ്ലോബുലിൻ എ എന്തിനാണെന്ന് ചോദിച്ചാൽ കൊളസ്ട്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആളാണ് ആര്? IgA. കൊളസ്ട്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആരാണ്? IgA ആണ്. അപ്പൊ IgA എവിടെയാണുള്ളത്? കൊളസ്ട്രം. ഇനി IgD ഇടി കിട്ടും എപ്പോഴാണ്? അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ആന്റിബോഡികൾ ബി ലിംഫോസൈറ്റിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഡി എവിടെയാണ് കാണപ്പെടുന്നത്? എന്തിനാണ് ഡി സഹായിക്കുന്നത്? അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരായി പ്രവർത്തിക്കുന്നു. IgA ആണെങ്കിൽ കൊളസ്ട്രത്തിൽ കാണപ്പെടുന്നു. IgD ആണെങ്കിൽ അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരെ പ്രവർത്തിക്കുന്നു. IgE ആണെങ്കിലോ അതുപോലെ തന്നെ അലർജിക്കെതിരെ രോഗപ്രതിരോധം സാധ്യമാകുന്ന ഈ ആന്റിബോഡികൾ എവിടെയൊക്കെ കാണപ്പെടും ചോദിച്ചാൽ ശ്ലേഷ്മസ്തരം, ത്വക്ക്, ശ്വാസകോശം. അപ്പൊ IgE ഇതും അലർജിക്കെതിരെ പ്രതിരോധം സാധ്യമാക്കുന്നുണ്ട്. എവിടെയൊക്കെ കാണപ്പെടും? ശ്ലേഷ്മസ്തരം, ത്വക്ക്, ശ്വാസകോശം. എവിടേക്കാണ്? ശ്ലേഷ്മസ്തരം, ത്വക്ക്, ശ്വാസകോശം. ആര്? IgE. അപ്പൊ IgA കൊളസ്ട്രത്തിൽ കാണപ്പെടുന്നു. IgD അലർജിക്കും വിഷവസ്തുക്കൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു. IgE അലർജിക്കെതിരെ പ്രവർത്തിക്കുന്നു. ശ്ലേഷ്മസ്തരം, ത്വക്ക്, ശ്വാസകോശം എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. IgG അത് നമുക്കറിയാം. ജി മാതാജി. അപ്പൊ എന്താണ്? അത്രേ ഉള്ളൂ. മാതാവിൽ നിന്ന് പ്ലാസന്റയിലൂടെ കടന്നു വന്ന് നവജാത ശിശുക്കളിൽ പ്രതിരോധ ശേഷിക്ക് എന്താണ് സാധ്യമാക്കുന്നത്? രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന ആളാണ് ആര്? IgG. മാതാജി നോർത്താതി. ഓക്കെ. ജി എന്താണ്? മാതാവിൽ നിന്ന് പ്ലാസന്റയിലൂടെ നവജാത ശിശുക്കൾക്ക് കിട്ടുക. എന്നിട്ട് ശിശുക്കൾക്ക് ഇത് എന്ത് സഹായിക്കുന്നു? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ഈ IgGക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ 5 ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ടല്ലോ, അതിലെ 75% ആരാണെന്ന് ചോദിച്ചാൽ IgG ആണ് കേട്ടോ. അപ്പൊ IgG എത്ര ശതമാനം? 75. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആരാണ്? IgG ആണ്. അടുത്ത ആൾ ആരാണ്? IgM. IgM എന്താണ് ചെയ്യുന്നത്? നമുക്ക് എവിടെയെങ്കിലും രോഗബാധ ഉണ്ടായി ആ സ്ഥലത്ത് ആദ്യം എത്തി എന്ത് ചെയ്യും? ബി ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി നടത്തും. അപ്പൊ നമുക്ക് രോഗബാധ എന്തെങ്കിലും ഉണ്ടാകുന്ന സ്ഥലത്തോട്ട് ആദ്യം എത്തിയിട്ട് ബി ലിംഫോസൈറ്റിനെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി നടപ്പാക്കുന്ന ആളാണ് ആര്? IgM. അപ്പൊ ഇമ്മ്യൂണോഗ്ലോബുലിൻ എത്ര ഉണ്ടെന്ന് പറഞ്ഞു? 5 എണ്ണം. ഏതൊക്കെയാണ്? GA, IgD, IgE, IgG, IgM. IgA എന്തിനു സഹായിക്കും? കൊളസ്ട്രത്തിലാണ് കാണപ്പെടുന്നത്. IgD ആണെങ്കിലോ അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരെ പ്രവർത്തിക്കുന്നു. IgG ആണെങ്കിലോ അലർജിക്കെതിരെ പ്രവർത്തിക്കുന്നു. ശ്ലേഷ്മസ്തരത്തിലും ത്വക്ക്. IgE അല്ല, IgE എവിടെ കാണും? അലർജിക്കെതിരെ രോഗപ്രതിരോധം നടത്തും. ശ്ലേഷ്മസ്തരം, ത്വക്ക്, ശ്വാസകോശം. ഇനി IgG ആണെങ്കിൽ മാതാജി. അപ്പൊ എന്ത് ചെയ്യും? മാതാവിൽ നിന്ന് പ്ലാസന്റയിലൂടെ നവജാത ശിശുക്കളിലേക്ക് എത്തുകയും കുട്ടിക്ക് ഇത് രോഗപ്രതിരോധത്തിന് സഹായിക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ 75% ഉള്ളത് ആരാണെന്ന് ചോദിച്ചാലും IgG ആണ്. ഇനി IgM ആണെങ്കിലോ രോഗബാധ ഉണ്ടായ സ്ഥലത്ത് ആദ്യം എത്തിയിട്ട് ബി ലിംഫോസൈറ്റിനെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി നടത്തും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ അത് കിട്ടിയല്ലോ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. അപ്പൊ നമ്മൾ 2 എണ്ണം പഠിച്ച്. ഏതൊക്കെ പഠിച്ച്? ശ്വേതരക്താണുവും പഠിച്ച്, അരുണ രക്താണുവും പഠിച്ച്. ഇനി അടുത്ത് പഠിക്കാനുള്ള ആളാണ് ആര്? പ്ലേറ്റ്ലെറ്റ്. ഇനി ഈ നമ്മുടെ ഈ ന്യൂട്രോഫില്, ബേസോഫില്, ഈസ്നോഫില്, അതുപോലെ മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, അത് ആരിലാണ് പഠിച്ചത്? ശ്വേതരക്താണുക്കളാണ് പഠിച്ചത്. അത് മറക്കരുത് കേട്ടോ. ഇനി അടുത്തുള്ളതാണ് ഏത്? പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? 3ാമത്തതല്ലേ? അപ്പൊ അത് വെച്ച് 3 വെച്ച് പിടിച്ചത് ത്രോംബോസൈറ്റ്. നമ്മൾ പഠിക്കുമ്പം അങ്ങനെയല്ലേ പഠിക്കുന്നതാണ്? രക്താണുക്കള്, ശ്വേതരക്താണുക്കള്, പ്ലേറ്റ്ലെറ്റ്. അപ്പൊ 3ാമത്താണ് പ്ലേറ്റ്ലെറ്റ് 3. അപ്പൊ ത്രോംബോസൈറ്റ്. എന്തെങ്കിലും മാറിപ്പോണവർക്ക് വേണ്ടിയാണ് ത്രോംബോസൈറ്റ്. അസ്ഥി മജ്ജയിലുള്ള ഒരു പ്രത്യേകതരം കോശങ്ങളായ മഹാമർമ്മ കോശങ്ങളിൽ നിന്നാണ് ആരുണ്ടാകുന്നത്? പ്ലേറ്റ്ലെറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എവിടെയാണ്? അസ്ഥി മജ്ജയിലുള്ള പ്രത്യേകതരം കോശങ്ങളാണ് ഏത്? മഹാമർമ്മ കോശങ്ങൾ. ഈ കോശങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് ആര്? പ്ലേറ്റ്ലെറ്റ്. മഹാമർമ്മ കോശങ്ങൾ. അസ്ഥി മജ്ജയിലെ മഹാമർമ്മ കോശങ്ങളിൽ നിന്നുണ്ടാകുന്ന ആളാണ് ആര്? പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റിന്റെ വയസ്സ് എത്ര വയസ്സ് വരെ ജീവിക്കും? വെറും 7 ദിവസമേ ഉള്ളൂ കേട്ടാ. അപ്പോൾ അരുണ രക്താണുക്കളാണെങ്കിൽ 120 ദിവസം, ശ്വേതരക്താണുക്കളാണെങ്കിൽ 10 മുതൽ 15 ദിവസം, പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ 7 ദിവസം. ഇനി ഏറ്റവും ചെറിയ രക്തകോശമാണ് ഏത്? പ്ലേറ്റ്ലെറ്റ്. ഏറ്റവും ചെറിയ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ചോദിച്ചാൽ ഏതാണ്? പ്ലേറ്റ്ലെറ്റ് ആണ് കേട്ടോ. അപ്പൊ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ചോദിച്ചാൽ പ്ലേറ്റ്ലെറ്റ്. ഈ 3 എണ്ണത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആരാണ്? പ്ലേറ്റ്ലെറ്റ്. രക്തം കട്ട പിടിക്കാൻ വേണ്ട സമയം എത്രയാണ്?
നമ്മൾ നേരത്തെ പറഞ്ഞു 3 മുതൽ 6 മിനിറ്റ് വരെ രക്തം കട്ട പിടിക്കാൻ 3 മുതൽ 6 മിനിറ്റ് വരെ. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ചോദിച്ചാൽ പ്ലേറ്റ്ലെറ്റ്. ഇനി നമ്മൾ 1 മില്ലി രക്തം പിന്നെ എടുക്കുകയാണ്, അതിൽ എത്ര പ്ലേറ്റ്ലെറ്റ് ഉണ്ടായിരിക്കും? 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ ഉണ്ടായിരിക്കും. എത്രയാണ്? 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ. ഇനി 1 മില്ലി രക്തം എടുത്തു വെച്ചേ, അതിലുള്ള രക്താണുക്കളുടെ എണ്ണം 45 ലക്ഷം മുതൽ 65 ലക്ഷം, 60 ലക്ഷം, 45 ലക്ഷം മുതൽ 60 ലക്ഷം. ഇനി അതിലുള്ള ശ്വേതരക്താണുക്കളാണെങ്കിൽ 5000 മുതൽ 10000 വരെ. അതിലുള്ള പ്ലേറ്റ്ലെറ്റുകളാണെങ്കിൽ 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ. കിട്ടി. ഇനി കുറച്ചാണ് രക്താണുക്കളുണ്ട്, അതിന്റെ വയസ്സ് എത്രയാണ്? 120 ദിവസം. ശ്വേതരക്താണുക്കളാണെങ്കിൽ 10 മുതൽ 15 ദിവസം, പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ 7 ദിവസം. കിട്ടിയല്ലോ. ഇനി ഈ രക്ത പരിശോധിക്കാൻ വേണ്ടി നമ്മൾ പോവുമല്ലോ, അപ്പൊ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു സംഭവം ചേർക്കും. അതിന്റെ പേരെന്താണ്? സോഡിയം സെപ്റ്റേറ്റ് എവിടെ ചേർക്കും? ബ്ലഡ് ബാങ്കിൽ. ഇനി EDT എന്താണ്? EDT എഥിലിൻ അസറ്റിക് ആസിഡ്. എഥിലിൻ ഡയാമിൻ ട്രൈ അസറ്റിക് ആസിഡ്. എന്താണ്? എഥിലിൻ ഡയാമിൻ ട്രൈ അല്ല ടെട്രാ അസറ്റിക് ആസിഡ്. ട്രൈ അല്ല ടെട്രാ. ട്രൈ ആര് പറഞ്ഞു എന്ന ചേച്ചിയാണെന്ന്. എഥിലിൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ്. എന്താണ്? എഥിലിൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ് EDTA. എന്താണ് EDTA? എഥിലിൻ ഡയാമിൻ ടെട്രാ. എന്തിനാണ് യൂസ് ചെയ്യണ? അത് ബ്ലഡ് എടുക്കുമ്പോ ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തപരിശോധന വേളയില് രക്തം കട്ടപിടിക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് EDTA, എഥിലിൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള രാസവസ്തുവിനെ വിളിക്കുന്ന പേരെന്താണ്? ഹെപ്പാരിൻ. ഇനി മറ്റേ കൊളയാട്ടിലെ രക്തം കട്ടപിടിക്കാതിരിക്കാനാണെങ്കിൽ ഹീരുഡിൻ. ബ്ലഡ് ബാങ്കിലാണെങ്കിൽ സോഡിയം സിട്രേറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ EDTA എന്തിനാണ്? എഥിലിൻ എഡിലിൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ്. എന്തിനു യൂസ് ചെയ്യും? വേളയിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു. ഓക്കെ അല്ലേ? ഓക്കെ, പ്ലേറ്റ്ലെറ്റ് അത്ര ഉള്ളതാ. അപ്പൊ നമ്മൾ ഇതിന് മൂന്നിനെയും കൂടെ ഒന്ന് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചെറിയ രക്തകോശമായിരുന്നു ഏത്? നല്ല RBC ആയിരുന്നു. ബാക്കി രണ്ടും വേണ്ടേ? ബാക്കി രണ്ടും വേണ്ടേ? രോഗപ്രതിരോധം വേണ്ടേ? രക്തം കട്ട പിടിക്കണ്ടേ? വേണം, എല്ലാം വേണം. ഓക്കെ, അപ്പോ നമ്മൾ രക്തകോശങ്ങൾ 3 പറഞ്ഞു. ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്. RBCയുടെ ശാസ്ത്രീയ നാമമാണെങ്കിൽ എറിത്രോസൈറ്റ്. ശ്വേതരക്താണു ആണെങ്കിൽ ഗ്ലൂക്കോസൈറ്റ്. ഇനി പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ ത്രോംബോസൈറ്റ്. അണുരക്താണുക്കൾ എത്ര ദിവസം ജീവിക്കും? 120 ദിവസം. ശ്വേതരക്താണു ആണെങ്കിൽ 15 മുതൽ 20 ദിവസം. പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ 7 ദിവസം. 1 മില്ലി രക്തം എടുത്തു കഴിഞ്ഞാൽ അണുരക്താണുക്കളാണെങ്കിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം. ശ്വേതരക്താണുക്കളാണെങ്കിൽ 5000 മുതൽ 10000 വരെ. ഇനി പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? അതിന് ഓക്കെ കിട്ടിയല്ലോ. ഇന്നത്തെ നമ്മളിപ്പോൾ EDTA പറഞ്ഞു, അത് ഓർമ്മിക്കണേ. എന്താണ്? രക്തം പരിശോധിക്കാൻ എടുക്കുമ്പോഴത്തേക്കും കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കുന്നതാണ് EDTA, എഥിലിൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഇനി ജസ്റ്റ് പ്ലീഹയും കൂടെ നോക്കാവേ. പ്ലീഹയുടെ സവിശേഷതകളാണ് പറയാൻ പോകുന്നത്. പ്ലീഹയുടെ നീളം പറ. വലിപ്പം പ്ലീഹയുടെ വലിപ്പം 4 ഇഞ്ച് വലിപ്പം. പ്ലീഹയുടെ വലിപ്പം എത്രയാണ്? 4 ഇഞ്ച്. വെയിറ്റ് ആണെങ്കിലോ 200 ഗ്രാം. പ്ലീഹയ്ക്ക് 4 ഇഞ്ച് വലിപ്പമുണ്ട്, 200 ഗ്രാം തൂക്കമുണ്ട്. നിറമാണെങ്കിലോ പ്ലീഹ പർപ്പിൾ. പ്ലീഹയുടെ നിറം പർപ്പിൾ. എവിടെ കാണപ്പെടും? ഉദരാശയത്തിന് മുകളിലെ ആമാശയത്തിന്റെ ഇടതുവശത്ത്. ഉദരാശയത്തിന് മുകളില്, ആമാശയത്തിന്റെ മുകളിൽ ഉദരാശയത്തിന്റെ മുകൾ ഭാഗത്ത്, ആമാശയത്തിന്റെ ഇടത് ഭാഗത്ത് ആര് കാണപ്പെടും? പ്ലീഹയുടെ നിറം പർപ്പിൾ കളർ. പ്ലീഹയുടെ വലിപ്പം 4 ഇഞ്ച്. വെയിറ്റ് 200 ഗ്രാം. ഇനി ഈ പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് ആര്? പ്ലീഹ. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് ആര്? പ്ലീഹ. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പാണ് ആര്? പ്ലീഹ. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പാണ് പ്ലീഹ. ഇത് പ്ലീഹയിൽ വെച്ച് നശിച്ചിട്ട് 2 സാധനം ഉണ്ടാവും എന്ന് പറഞ്ഞു, ഓർമ്മയുണ്ട? ബിലിറൂബിനും ബിലിവേർഡിനും. അപ്പോൾ പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് പ്ലീഹ. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പാണ് പ്ലീഹ. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്ന ആരാണ്? പ്ലീഹ. മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്ന ആരാണ്? പ്ലീഹ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലസിക ഗ്രന്ഥിയും ആരാണ്? പ്ലീഹയാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലസിക ഗ്രന്ഥി ആരാണ്? പ്ലീഹയാണ്.
ആയുധപുര, പട്ടാളപുര ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ആരാണ്? പ്ലീഹയാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ആയുധപുരയെന്നോ പട്ടാളപുരയെന്നോ ഒക്കെ ചോദിച്ചാൽ ആരാണ്? പ്ലീഹയാണ്, പ്ലീഹ. ഓക്കെ, ഇനി ഈ സ്പ്ലീനിൽ അടങ്ങിയിരിക്കുന്ന 2 കലകളുണ്ട്. ഒന്ന് ചുവന്ന പൾപ്പ് കലയും വെളുത്ത പൾപ്പ് കലയും. ഏതൊക്കെയാണ്? ചുവന്ന പൾപ്പ് കലയും ഉണ്ട്, വെളുത്ത പൾപ്പ് കലയും ഉണ്ട്. ഇനി ചുവന്ന പൾപ്പ് കല എന്താണ് സംഭവം? അതായത് രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായ ഏത് രക്താണുക്കളെ? ചുവപ്പാവുമ്പം അരുണ രക്താണുക്കളെ അരിച്ചു നീക്കം ചെയ്യുന്ന ആളാണ് ആര്? ചുവന്ന പൾപ്പ് കല. അപ്പൊ കേടായതും വയസ്സായതോട്ടുള്ള ആരാ? അരുണ രക്താണുക്കളെ അരിച്ചു നീക്കുന്ന ആളാണ് ആര്? ചുവന്ന പൾപ്പ് കല. രക്തത്തിലെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കുന്നതും ആരാണ്? ഇരുമ്പുള്ളത് ഏതിലാണ്? ചുവന്ന രക്താണുക്കളല്ലേ. അപ്പൊ ഈ ചുവന്ന പൾപ്പ് കലയാണ് അതിനെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? രക്തത്തിലുള്ള പ്രായമേറിയതും കേടായതുമായ അരുണ രക്താണുക്കളെ അരിച്ചു നീക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇരുമ്പ് ഘടകങ്ങളെ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നത് ആരാണ്? ചുവന്ന പൾപ്പ് കലയാണ്. പ്രതിരോധ സംവിധാനത്തിലുള്ള 2 ആൾക്കാരുമാണ് പറഞ്ഞു. ബി ലിംഫോസൈറ്റും ഉണ്ട്, ടി ലിംഫോസൈറ്റും ഉണ്ട്. അപ്പോൾ പ്രതിരോധ സംവിധാനത്തിലുള്ള പ്രധാന ഘടകങ്ങളായ ടി കോശങ്ങളെയും ബി കോശങ്ങളെയും സംഭരിച്ചു വെക്കുന്നത് അപ്പോൾ ആരായിരിക്കും? അത് ഏതിലാണുള്ളത്? വെളുത്ത രക്തകോശമാണ്, വെളുത്ത പൾപ്പ് കോശങ്ങളാണ്. അപ്പൊ വെളുത്ത പൾപ്പ് കോശം എന്ത് ചെയ്യും? ടി ലിംഫോസൈറ്റിനെയും ബി ലിംഫോസൈറ്റിനെയും ശേഖരിച്ചു വെക്കുന്ന ആളാണ് ആര്? വെളുത്ത പൾപ്പ് കോശങ്ങൾ. കിട്ടിയാ? അപ്പൊ പ്ലീഹയില് നമ്മൾ എന്ത് പറഞ്ഞു? ഈ സ്പ്ലീനിൽ അടങ്ങിയിട്ടുള്ള 2 കലകളാണ് ചുവന്ന പൾപ്പ് കലയും വെളുത്ത പൾപ്പ് കലയും. ചുവന്ന പൾപ്പ് കല എന്ത് ചെയ്യും? കേടായതും അതുപോലെ പ്രായമേറിയതായുള്ള അവരുടെ രക്താണുക്കളെ എന്ത് ചെയ്യും? അരിച്ചു നീക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു? രക്തത്തിലുള്ള പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിച്ചു വെക്കും. ഇനി വെളുത്ത പൾപ്പ് കലയാണെങ്കിൽ ബി ലിംഫോസൈറ്റിനെയും ടി ലിംഫോസൈറ്റിനെയും സംരക്ഷിച്ചു വെക്കും, അല്ലെങ്കിൽ ശേഖരിച്ചു വെക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ വെളുത്ത പൾപ്പ് കോശങ്ങളാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് രക്തഗ്രൂപ്പ് ഉണ്ട്, ഹൃദയം, അതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്ലാസ് ആയിട്ട് രക്തപര്യന അവസ്ഥ അതെല്ലാം നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ.